പാലേക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് ജോസഫ് ടാജറ്റ്. ചേലക്കര ആറ്റൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. തുടർച്ചയായി ആനയിറങ്ങുന്നത് വനംവകുപ്പിന്റെ വീഴ്ചയാണെന്ന് നാട്ടുകാർ. കാലടി കലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. യാത്രാ ദുരിതത്തിൽ വഴഞ്ഞ നാട്ടുകാർ. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. കരാത്തെ പരിശീലകയായ നവവധു വീട്ടിൽ മരിച്ച നിലയിൽ. അനമനട എടയാറ്റൂർ സ്വദേശിനി ആയിഷയാണ് മരിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാലേക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരാർ കമ്പനിയുടെ വീഴ്ചകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചാൽ അതിനെതിരെ സംസ്ഥാന സർക്കാർ കേസ് നടത്തണം. സംസ്ഥാന സർക്കാർ മൌനം പാലിച്ചാൽ പൊതുജനം ഇനിയും ദുരിതം അനുഭവിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. നടപടിയുണ്ടാകണം മാത്രമല്ല, നമുക്ക് ഇന്നലെ ലഭിച്ച വിവരാവകാശ രേഖയനുസരിച്ച് 1614.26 കോടി രൂപ ഈ ജൂലൈ മാസം വരെ ഈ ടോൾ കരാർ കമ്പനി പിരിച്ചു കഴിഞ്ഞു. മാത്രമല്ല, പ്രതിദിനം 40,000-ഓളം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നും 51 ലക്ഷം രൂപ ഏകദേശം വരുമാനമുണ്ടെന്നും രേഖകൾ വ്യക്തമാക്കാം. കൂടാതെ 2353.92 കോടി രൂപ ഈ കരാർ കമ്പനിക്കെതിരെ NHI പിഴ ചുമത്തിയിരിക്കുകയാണ്. കരാർ ലംഘനങ്ങളുടെ പേരിലാണ് ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ തെളിവാകുന്നു ഈ കമ്പനി കഴിഞ്ഞ 13 വർഷക്കാലമായി ഗുരുതരമായ വീഴ്ചകളും കരാർ ലംഘനങ്ങളും നടത്തിപ്പോകുന്നു എന്നുള്ളത്. പാലേക്കരയിലെ ടോൾ പിരിവ് കമ്പനിക്ക് ദേശീയപാത അതോറിറ്റി നഷ്ടപരിഹാരം നൽകേണ്ടിവരും. കരാർ പ്രകാരമുള്ള വ്യവസ്ഥ പ്രകാരമാണ് നഷ്ടപരിഹാര തുക നൽകേണ്ടത്. നിലവിൽ ടോളിന് ആനുപാതികമായ തുക എത്രയാണോ അത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് നൽകേണ്ടിവരുമെന്നാണ് സൂചന. ഗതാഗത കുരുക്കിന് കാരണം അടിപ്പാത നിർമ്മാണ കമ്പനിയായ PSI ആണെന്നാണ് ടോൾ കമ്പനിയുടെ ആരോപണം. ഇതേസമയം പുതുക്കാട്, പേരാമ്പ്ര, മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം മൂലം മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. ചേലക്കര ആറ്റൂർ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാത താണ്ടിയാണ് ആന ആറ്റൂരിലെത്തിയത്. ജോലി കഴിഞ്ഞു വരികയായിരുന്ന ബൈക്ക് യാത്രികൻ അനീഷ് ആനയെ കണ്ട് ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. രോഷാകുലരായ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചു. തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും മരണഭീതിയോടെയാണ് ചേലക്കര ആറ്റൂർ മണലാടി പാറപ്പുറം നിവാസികൾ ജീവിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഇതിനിടെ ചെറുതുരുത്തി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ റോഡ് ഉപരോധത്തിൽ പങ്കെടുത്തിരുന്ന നാട്ടുകാരായ ഗണേഷ് ആറ്റൂർ, മോജു മോഹൻ എന്നിവരുടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് സംഘർഷാവസ്ഥ രൂക്ഷമാക്കി. തുടർന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനയെ കാട്ടിൽ കയറ്റിവിട്ടു. പോലീസിന്റെയും വനപാലകരുടെ നിരീക്ഷണം ശക്തമാക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെ പുലർച്ചെ 2 മണിയോടെയാണ് സംസ്ഥാന പാത ഉപരോധം അവസാനിപ്പിച്ചത്. അടുത്ത കാലത്താണ് ചേലക്കരയിൽ ഈ ആനശല്യം വല്ലാതെ കൂടിപ്പോയത്. നമുക്കറിയാം, ഈ കുതിരാൻ തുരങ്കവുമായി ബന്ധപ്പെട്ട വഴി തുറന്നു കൊടുത്തപ്പോൾ ശേഷമാണ് ആനകൾ ഇങ്ങോട്ട് സഞ്ചാരം കൂടിയത്. നമ്മുടെ എളനാട് വരെ ഉള്ള പ്രദേശത്ത് ആനകളുടെ സഞ്ചാരം ധാരാളമായിട്ടുണ്ട്. മാത്രമല്ല, ഏകദേശം 17 ആനോളം ഇപ്പോൾ ഈ കാടുകളിൽ ബീച്ചി മുതലുള്ള എളനാട് വരെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ആന കൃഷിസ്ഥിരങ്ങളിലും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. നിയമത്തിൽ മാറ്റം വരുത്താൻ
നമുക്ക് ഗ്രാമപഞ്ചായത്തിനോ സർക്കാരിനോ കഴിയാത്തതുകൊണ്ട് ആനയെ എങ്ങനെ നമുക്ക് ഈ പ്രദേശത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിവേലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. കാലടി പ്ലാന്റേഷന്റെ കലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ആനയുടെ ജഡമാണ് തേക്ക് തോട്ടത്തിനടുത്ത് തോട്ടത്തിൽ കണ്ടെത്തിയത്. ജോലിക്കെത്തിയ തോട്ടം തൊഴിലാളികൾ വിവരം പ്ലാന്റേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജിഷ്മ ജനാർദ്ദന്റെ നേതൃത്വത്തിൽ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തുമെന്ന് വാഴച്ചാൽ ഡിഎഫ്ഒ സുരേഷ് ബാബു അറിയിച്ചു. തുടർച്ചയായി പുലി ഇറങ്ങുന്ന സാഹചര്യത്തിൽ വെറ്റിലപ്പാറ നിവാസികൾ ഭീതിയിൽ. കഴിഞ്ഞ ദിവസം പുലി വളർത്തുനായി ആക്രമിച്ചിരുന്നു. വീടിന്റെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് ആക്രമിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മലക്കപ്പാറയിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അടിപ്പാത ആവശ്യവുമായി നാട്ടുകാർ പ്രതിഷേധത്തിലേക്ക്. ഗണേശമംഗലത്തു നിന്നും മേപ്രങ്ങാട്ട് ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുകൂടി നടുവിൽക്കര പുത്തില്ലത്തു ക്ഷേത്ര ജംഗ്ഷൻ വരെ 18 അടി വീതിയിൽ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ 75 വർഷത്തിലധികം പഴക്കമുള്ള ടാറിട്ട പഞ്ചായത്ത് റോഡാണ് പ്രധാന സഞ്ചാരപാതയായിരുന്നത്. 4 വാർഡുകളിലെ 100 കണക്കിന് കുടുംബങ്ങൾ വാടാനപ്പള്ളി വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ എന്നിവയിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ബൈപ്പാസ് വന്നതോടെ വെട്ടിമുറിക്കപ്പെട്ടത്. ഇതോടെ ഇവിടുത്തുകാർക്ക് കിലോമീറ്ററുകൾ ചുറ്റിവേണം ഇവിടങ്ങളിലെത്താൻ. പ്രധാനപ്പെട്ട ഈ റോഡിന് തെക്കുഭാഗത്തായി നടുവിൽക്കരയെ വാടാനപ്പള്ളിയുമായി ബന്ധിപ്പിക്കുന്ന മറ്റു 3 ഗ്രാമീണ റോഡുകളും നിർദ്ദിഷ്ട ബൈപ്പാസ് മൂലം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ കിലോമീറ്റർ ദൂരം കൂടുതലായി യാത്ര ചെയ്ത് ദുരിതം അനുഭവിക്കുകയാണ് ഇവിടുത്തെ സാധാരണക്കാരെന്നും ഇത് ധനനഷ്ടത്തിനും സമയനഷ്ടത്തിനും കാരണമായതായും തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ജോലിക്ക് പോകണം, അവരൊക്കെ ഉണ്ടല്ലോ ഒരു 60 റുപ്യ 50 റുപ്യ നേരം വൈകുമ്പോൾ എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ വഴിക്ക് ഇപ്പോൾ ഒരു 110 റുപ്യ വേണം. ആർക്ക് അബദ്ധം പറ്റിയെന്നല്ല പറഞ്ഞു. നമുക്കത് റോഡ് എങ്ങനെ തുറന്നു കിട്ടണം? ഒരു സുപ്രഭാതത്തിൽ അടച്ചു. ഈ അമ്പലം വരെ വെള്ളം നീന്തിച്ചു വരും. അന്നും ഈ വഴിയുണ്ട്, ആ വഴിയാണ് ഇപ്പൊ ഈ അടച്ചിരിക്കുന്നത്. ഗണേശമംഗലം നടുവിൽക്കര പുത്തലത്ത് റോഡ് NH 66 കൂട്ടിമുട്ടുന്ന വന്നേരിപ്പറമ്പ് മുട്ടുകായൽ പാലം ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്നും 100 കണക്കിന് ജനങ്ങളുടെയും വാഹനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അതിനായി സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞങ്ങൾക്ക് റോഡ് തരുന്നതായിട്ട് ഒരു രാത്രി ഇവിടെ റോഡ് ഉണ്ടായിപ്പോയി. ഒരു 1500 വീട്ടുകാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ പോവുക? ഒരു ഹിന്ദു മരിച്ചാലും മുസ്ലിം മരിച്ചാലും ക്രിസ്ത്യൻ മരിച്ചാലും കൊണ്ടുപോകണ വഴിയാണ്. ഒരു രോഗിനെ കൊണ്ടുപോകണമെങ്കിൽ അത്ര ബുദ്ധിമുട്ടല്ലേ. TCV ന്യൂസ്, തൃപ്രയാർ. കരാട്ടെ പരിശീലകയായ നവവധുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്നമനട എടയാറ്റൂർ സ്വദേശി ആലങ്ങാട്ടുകാരൻ വീട്ടിൽ നൌഷാദിന്റെ മകൾ 23 വയസ്സുള്ള ആയിഷയെയാണ് കിടപ്പുമുറിയിൽ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. കഴിഞ്ഞ ജൂലൈ 13-നായിരുന്നു വിവാഹം. ഭർത്താവ് ചേലക്കര സ്വദേശി നീണ്ടൂർ വീട്ടിൽ മുഹമ്മദ് ഇസ്ഖാൻ ഒരാഴ്ച മുൻപാണ് വിദേശത്തേക്ക് തിരിച്ചുപോയത്. കസോക്കോ കരാട്ടെ ഇന്ത്യയുടെ പരിശീലകയായ ആയിഷ ചാലക്കുടി പനമ്പള്ളി കോളേജിലെ PG വിദ്യാർത്ഥിനിയാണ്. തുടർച്ചയായി സംസ്ഥാന ചാമ്പ്യനായവർ മാള സൊക്കോർസോ സ്കൂൾ, മാള കാർമൽ കോളേജ്, സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂൾ, പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കരാട്ടെ പരിശീലകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മാസം 9, 10 തീയതികളിൽ തുറന്നു പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി അപേക്ഷകളും ആക്ഷേപങ്ങളും സമർപ്പിക്കുന്നവരുടെ സൌകര്യം പരിഗണിച്ചാണ് പൊതു അവധി ദിവസങ്ങൾ പ്രവൃത്തി ദിനമാക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ ദിവസങ്ങളിൽ ഓഫീസിൽ ഹാജരാകുന്ന അപേക്ഷകർക്ക് ഹിയറിംഗും ഒഴിവാക്കുന്നതിനുള്ള ആക്ഷേപങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നതും ഉൾപ്പെടെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ടതാണെന്ന് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അഴീക്കോട് തീരക്കടലിൽ കവര് പൂത്തു. നീല നിറത്തിൽ ജലോപരിതലത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് കവര് എന്ന ലൂമിനസെൻസ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലൂടെയാണ് കവരിന് ഏറെ പ്രചാരം ലഭിച്ചത്. വെള്ളത്തിൽ കാണുന്ന
ഏകകോശധാരികളായ സസ്യ പ്ലാങ്കട്ടൺ വിഭാഗത്തിൽ വരുന്ന നൊക്ലൂറ്റീക്ക സിന്റിലൻസ് എന്ന ഇനം ജീവികളുടെ ജൈവദീപ്തിയാണ് കവര്. ഇവയുടെ കോശത്തിൽ അനേകായിരം ചെറുപൊട്ടുകൾ പോലെ കാണുന്ന സിന്റിലൻസ് എന്ന കോശ അംഗങ്ങളാണ് ഈ ജൈവദീപ്തിക്ക് കാരണം. മിഷൻ ക്വാർട്ടേഴ്സിന് സമീപം പുതിയതായി തുറന്നുകൊടുത്ത അരിസ്റ്റോ റോഡിൽ മരങ്ങളുടെ കൊമ്പുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മരുന്ന് സപ്ലൈക്കായി പോയിരുന്ന സ്വകാര്യ കമ്പനിയുടെ വാഹനം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ മരത്തിൽ തട്ടി അപകടമുണ്ടായി. റോഡിലേക്കുള്ള മരത്തിന്റെ ശാഖകൾ വെട്ടിമാറ്റി വാഹനയാത്ര സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഹരിത കേരള മിഷൻ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ എരുമപ്പെട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷനോജ് അധ്യക്ഷനായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ശ്രീഷ്മ, പ്രധാന അധ്യാപിക KM ശ്രീജാബായ്, KP അനുഗ്രഹ എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ LP സ്കൂളിൽ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ ഷിജിത്ത്, വിജീഷ്, വി രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ എടുക്കേണ്ട മുൻകരുതലുകൾ ക്ലാസ്സിൽ അവതരിപ്പിച്ചു. ഇതാണ് കുറച്ചുകൂടി ചെറുതാക്കി മതി അത് കറക്റ്റ്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ വർഗീസ് പാത്താടൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ജെയ്സൺ കടവിൽ, ജനറൽ കൺവീനർ ജോയ് കളിയത്തുപറമ്പിൽ, കൈക്കാരന്മാരായ ഷിബു കളിയത്തുപറമ്പിൽ, ആന്റണി വേലിക്കകം എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ വയോധികയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എറവ് സ്വദേശിയുടെ വടക്കൂട്ട് വീട്ടിൽ വേലായുധന്റെ ഭാര്യ 76 വയസ്സുള്ള ലീലയാണ് തെക്കേ ചിറ്റഞ്ഞൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോടാലി LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നതിലെ അഴിമതിക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ഷാഫി കല്ലൂപ്പറമ്പിൽ, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, പ്രവീൺ M കുമാർ, AB പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. ആ LP സ്കൂളിന്റെ ഈ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നു വീണു എന്ന് പറയുമ്പോൾ അത് സീലിംഗ് മാത്രമല്ല എന്ന് വളരെ നിസ്സാരവൽക്കരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ PTA മീറ്റിംഗ് അടക്കം കൂടിയത് ആ ഓഡിറ്റോറിയം.
ഷെർപ്പ CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥകളി പഠന ക്ലാസ് നടത്തി. കലാമണ്ഡലം മയനാട് രാജീവൻ നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക PM രജനി, സ്റ്റാഫ് സെക്രട്ടറി KB മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. ഫാദർ തോമസ് തടത്തിമാക്കൽ സഹകാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ ഷാജൻ കുറിയേടത്ത്, ജോഷി അയനിക്കൽ കണ്ണാത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ജനറൽ കൺവീനർ വർഗീസ് പാലാട്ടി എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് തിരുനാൾ. എരുമപ്പെട്ടി പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. ടോണി എന്നിവർ പങ്കെടുത്തു. പഴയന്നൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമം നാളെ നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് PK മുരളീധരൻ, വൈസ് പ്രസിഡന്റ് C. ശ്രീകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. മറ്റൊന്ന് നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഈ ലാഭവിഹിതം കൊടുക്കുന്ന പരിപാടി ഒരു വലിയ നമുക്കൊരു അസൗകര്യത്തെ വെള്ളിയാഴ്ചയാണ്. പഴയന്നൂർ ചെറുകര മേപ്പാടത്ത് പറമ്പിൽ അടുക്കളയിലെ പാചകവാതകത്തിൽ നിന്ന് തീ പടർന്ന യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു. പഴയന്നൂരിലെ ഓട്ടോ തൊഴിലാളിയായ തെഞ്ചിരിയിൽ വീട്ടിൽ അരുൺകുമാറിന്റെ ഭാര്യ സന്ധ്യ, മകൾ അനുശ്രീ എന്നിവർക്കാണ് പൊള്ളലേറ്റത്. വലിയ ശബ്ദത്തോടെ അടുക്കളയിലെയും ഹാളിലെയും ജനൽ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. ശബ്ദം കേട്ട പരിസര പ്രദേശത്തിലുള്ളവർ ഓടിയെത്തി. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരമായി പരിക്കേറ്റ സന്ധ്യ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജനാധിപത്യ മതേതര കൂട്ടായ്മയായ സമദർശി സംഘടിപ്പിക്കുന്ന ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് കലാപ്രദർശനത്തിന് ഈ മാസം 9-ന് തൃശൂർ കേരള ലളിതകലാ അക്കാദമിയിൽ തുടക്കമാകും. ഇന്ത്യയിലെ വർഗീയ ശക്തികൾക്കെതിരെ ഗാന്ധിജി അവസാന 2 വർഷങ്ങളിൽ നടത്തിയ പോരാട്ട ഭൂമിയിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിച്ച് തയ്യാറാക്കിയ കലാപ്രദർശനമാണ് കേരള ലളിതകലാ അക്കാദമി അങ്കണത്തിൽ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6:30-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രമുഖ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ പങ്കെടുക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപ്രദർശനത്തിൽ ഓരോ ദിവസങ്ങളും വൈകിട്ട് 5:30-ന് പ്രമുഖരുടെ പ്രഭാഷണമുണ്ടായിരിക്കും. 17-ന് വൈകിട്ട് 6-ന് ആനന്ദ് പട്വർദ്ധന്റെ വസുദൈവ കുടുംബകം എന്ന സിനിമ പ്രദർശിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ കവി ഡോക്ടർ C. രാവുണ്ണി, E. സലാവുദ്ദീൻ, PL ജോമി, രഹന P. ആനന്ദ്, T. സത്യനാരായണൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ശ്രീ കേളവർമ്മ കോളേജിൽ സംസ്ഥാന സർക്കാർ പൈതൃക കോളേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ PG ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു PG ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, സെക്രട്ടറി P. ബിന്ദു, കേളവർമ്മ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. ജയനിഷ, കൺവീനർമാരായ വിശ്വാസ് V. നാഥ്, ഡോക്ടർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വാണിജ്യം. ലോകത്തിലെ മുൻനിര ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡഡ് കമ്പനികളിലൊന്നായ സിവാമിയുടെ തൃശൂരിലെ 2ാമത്തെ ഔട്ട്ലെറ്റ് കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമാണ് സിവാമി. തൃശൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സിവാമിയുടെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം സ്റ്റാർ PVC പൈപ്പ് MD
ലിഷ ബോബി നിർവഹിച്ചു. സിവാമി സിഇഒ ലാവണ്യ പച്ചീസിയ, സിവാമി ഫ്രാഞ്ചൈസി ഉടമ കാമാക്ഷി രാംകുമാർ, കുടുംബാംഗങ്ങൾ, സിവാമി കമ്പനി പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധതരം ലേഡീസ് ഇന്നർ വെയറുകൾ, ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ് ആൻഡ് നോൺ വയേർഡ് തുടങ്ങി ലേഡീസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9633367890. പ്രധാന വാർത്തകൾ വീണ്ടും. പാലേക്കര ടോൾ പിരിവ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പാടെന്ന കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. ടോൾ കരാർ കമ്പനിയെ പുറത്താക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുക്കണമെന്ന് ജോസഫ് ടാജറ്റ്. ചേലക്കര ആറ്റൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. തുടർച്ചയായി ആനയിറങ്ങുന്നത് വനവകുപ്പിന്റെ വീഴ്ചയാണെന്ന് നാട്ടുകാർ. കാലടി കലാല എസ്റ്റേറ്റിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. യാത്രാ ദുരിതത്തിൽ വലഞ്ഞ നാട്ടുകാർ. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ അഴിപ്പാത വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. കരാട്ടെ പരിശീലകയായ നവവധു വീട്ടിൽ മരിച്ച നിലയിൽ. അന്നമ്മനട എടയാറ്റൂർ സ്വദേശിനി ആയിഷയാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.